ഹലോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഡീബോട്ട് N10 എക്കോവാക്സ് വാക്യൂം ആൻഡ് മോപ്പിംഗ് റോബോട്ട്. സോ ഇതൊരു നല്ലൊരു റോബോട്ടാണ്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ പോലെയും കൂടി ഞാൻ പറയാം. അത് വെച്ചിട്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം എല്ലാ ദിവസവും, അതായത് ഞങ്ങൾ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്മോളായി ഈ കുഞ്ഞു കുഞ്ഞു പൊടികൾ നമ്മൾ ചൂല് വെച്ച് അടിച്ചാലൊന്നും പോകത്തില്ല. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഡസ്റ്റൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. കാരണം നിങ്ങളൊരു ഡസ്റ്റിൻ്റെ അലർജി ഉള്ള ആളാണോ, അങ്ങനെ എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഡസ്റ്റ് വാക്വം നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ്. ലൈക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും മാറ്റി അല്ലെങ്കിൽ നമ്മൾ അത് മാനുവലായിട്ട് കുറച്ച് വർക്കുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് മാപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ മുക്കും മൂലയിലും പോയിട്ട് ഇത് ഡസ്റ്റ് എടുക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാപ്പിൽ സെറ്റ് ചെയ്യാം, ഇന്ന ഏരിയ മാത്രം ചെയ്താൽ മതി. അപ്പം ഏതൊരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ഡസ്റ്റ് വരുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഏരിയ മാത്രം വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിന് മെയിൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു മോപ്പിംഗ് പാഡാണ് അതിൻ്റെ. സോ ഇത് നമ്മൾ ഓരോ മോപ്പിംഗ് കഴിയുമ്പോഴും നമ്മളത് വാഷ് ചെയ്ത് കീപ്പ് ചെയ്യണം. ഇതാണ് ചാർജിങ് പോർട്ട്. ചാർജിങ് പോർട്ടിലേക്ക് അതായത് അതിൽ ആ പ്ലഗ് കുത്തിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിങ് പോർട്ടിലേക്ക് ഇത് തന്നെത്താനെ തിരിച്ചു പോയിട്ട് ആ വാക്വം അവിടെ ആണ് റെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ലൈക്ക് ഡസ്റ്റ് ചെയ്യുന്ന ബ്രഷസ്. 2 ബ്രഷാണ് അതിനുള്ളത്. 2 സൈഡിലും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ അതിൻ്റെ പാർട്സ്. പിന്നെ നമ്മളതിൻ്റെ ഓപ്പറേഷൻ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റിലാണ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഡസ്റ്റും വേണ്ട, ലൈക്ക് വീക്ക്ലി വൺസൊക്കെ ആ ഒരു എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഡസ്റ്റ് അനുസരിച്ചിരിക്കും ഈ കമ്പാർട്ട്മെൻറ്റ് നിറയും. അപ്പോൾ നമ്മളതെടുത്തിട്ട് പിന്നെ മോപ്പിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള മോപ്പിംഗ് ഒന്നും അല്ല, പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു വീലും അതിൻ്റെ നടുക്കൊരു ഫിൽറ്റർ പോലത്തെ ഒരു സാധനമുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് മുടിയൊക്കെ ഇങ്ങനെ ഉടക്കി കിടക്കും, അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ലൈക്ക് എവറി ഡേ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വീക്ക്ലി വൺസ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ വയേഴ്സ് ഒക്കെ സെക്യൂർ ആയിട്ട്. സോ ചാർജിങ് സ്റ്റേഷൻ ഇതേപോലെ ഒരു സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട്, പക്ഷേ എന്താണ് പ്രശ്നം, അത് ഒരു സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിൽ വെക്കുക. നമ്മൾ ഒത്തിരി ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാതെ, പിന്നെ അതിന് നമ്മുടെ വാക്യൂമിന് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്യാം. മനസ്സിലായി. അത്ര സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഫോണിൽ അതിൻ്റെ ആപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ്, അതൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഹൗസിൻ്റെ. അപ്പോൾ നമുക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ മാപ്പിൽ അലേർട്ട്സ് വരും, ലൈക്ക് ഇത് എന്തെങ്കിലും